ഈ ലോകം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇത് ഇന്റർനാഷണലി ബെസ്റ്റ് സെല്ലറായ ഒരു പുസ്തകത്തിന്റെ പേരാണ്. ഈ ലോകം യഥാർത്ഥത്തിൽ മനുഷ്യർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. മറ്റനേകം ജന്തുജാലങ്ങളും മറ്റനേകം ജീവികളും സസ്യങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ യഥേഷ്ടം ഉണ്ട് എങ്കിലും അവയിൽ നിന്നൊക്കെ മനുഷ്യൻ എങ്ങനെ ഗുണമെടുക്കാമെന്നും അവയെ എങ്ങനെ മനുഷ്യന് ഉപകരിക്കാമെന്നും അവരിൽ നിന്ന് മനുഷ്യന് എങ്ങനെ രക്ഷപ്പെടാമെന്നും നിരന്തരമായി പ്രകൃതി നമ്മളെ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം എല്ലാം നമുക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. അതാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എല്ലാത്തിനെയും വെട്ടിപ്പിടിക്കുന്നു, എല്ലാത്തിനെയും കീഴ്പ്പെടുത്തുന്നു. ആ കീഴ്പ്പെടുത്താനും വെട്ടിപ്പിടിക്കാനും മുന്നേറാനും വിജയിക്കാനും മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് അവന്റെ സ്വപ്നങ്ങളാണ്. പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് 3 മാസത്തോടു കൂടിയാണ് ആ കുഞ്ഞിന്റെ ഉള്ളിൽ സ്വപ്നങ്ങൾ രൂപപ്പെടുന്നത് എന്നതാണ് മനഃശാസ്ത്രം വിശദീകരിക്കുന്നത്. അന്നു മുതലാണ് ആ കുഞ്ഞ് തല ഉയർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. തന്റെ വിരിപ്പിൽ കിടക്കയിൽ നിന്ന് ഒരു കുഞ്ഞ് ആദ്യം ഉയർത്താൻ നോക്കുന്നത് തന്റെ കഴുത്തും തലയുമാണ്. കാരണം ഉയരങ്ങളിലെത്തുക എന്നുള്ളത് നിരന്തരമായി മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന പ്രേരണയും പ്രചോദനവുമാണ്. ആ പ്രേരണയിൽ നിന്നും പ്രചോദനത്തിൽ നിന്നും ജീവിതാന്ത്യം വരെ ഒരു മനുഷ്യൻ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല. പക്ഷെ അപൂർവം ചില സമയങ്ങളിൽ നമ്മുടെ മനസ്സ് തന്നെ നമ്മളെ വല്ലാതെ വൈകാരികമാക്കി മാറ്റുന്നു. ആ വൈകാരികമാക്കി മാറ്റുവാനുള്ള കാരണം പരാജയ ഭീതിയാണ്, അല്ലെങ്കിൽ പരാജയ അനുഭവങ്ങളാണ്. വിജയിക്കില്ലേ, എന്നെ കൊണ്ടത് സാധ്യമല്ലേ എന്ന പരാജയ ഭീതി കർമ്മങ്ങളിൽ നിന്ന് പിന്മാറാൻ പലർക്കും പ്രേരണയാകുന്നു. ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് എടുത്തു ചാടാൻ ധൈര്യപ്പെടാത്തവർ മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ടും പ്രേരണ കൊണ്ടും എടുത്തു ചാടുമ്പോ അവരിലുണ്ടാകുന്ന ചാട്ടത്തിനു ശേഷം ലക്ഷ്യം കാണുമ്പോൾ അവരിലുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം ആദ്യമില്ലാതിരുന്നത് എടുത്തു ചാടാനുള്ള കഴിവില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പരാജയപ്പെടുമോ എന്ന ഭയം കൊണ്ടാണ്, അല്ലെങ്കിൽ മുൻകാല പരാജയങ്ങളുടെ അനുഭവങ്ങളാണ്. ഇത് തന്നെയാണ് ഓരോ മനുഷ്യന്റെയും 50,000-ലധികം മനുഷ്യരെ നിരീക്ഷണത്തിന് വിധേയമാക്കി ലോകത്തെ ഏറ്റവും ശ്രദ്ധേയനായ ജോൺ ടോൺമാൻ എന്ന് പറയുന്ന ഒരു തെറാപ്പിസ്റ്റും സൈക്കോളജിസ്റ്റും അദ്ദേഹത്തിന്റെ 50,000 നിരീക്ഷണങ്ങളിൽ നിന്ന് അദ്ദേഹം നടത്തിയ ചില പഠനങ്ങളും പാഠങ്ങളും ഉണ്ട്. അതിലേറ്റവും ശ്രദ്ധേയമായ 3 സന്ദേശങ്ങളിൽ ഒന്ന്, ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഇന്നലകളിൽ വിജയിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകും. ചില കഴിവുകളെ മുൻനിർത്തിയാണ് അതിൽ അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞത്. പക്ഷെ അതേ കഴിവുകൾ തന്നെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടും പരാജയപ്പെട്ട ചില അവസരങ്ങൾ ഉണ്ടാകും. ആ അവസരങ്ങളിൽ അവർ നിരാശരായി പിന്മടങ്ങും. അവർക്ക് അവരുടെ കഴിവുകളിൽ തന്നെ ഉള്ള ആത്മവിശ്വാസം നഷ്ടപ്പെടുന്നു. അവർക്ക് കഴിവുകളുണ്ട്. ആ കഴിവുകൾ വെച്ച് മുൻകാലത്ത് അവർ വിജയിച്ച അനുഭവങ്ങൾ അവരുടെ മുൻപിലുണ്ട്. പക്ഷെ ആ കഴിവുകൾ തന്നെ വെച്ച് വീണ്ടും അവർ ചില പരിശ്രമങ്ങൾ നടത്തി ആ പരിശ്രമങ്ങളിൽ അവർ പരാജയപ്പെടുമ്പോൾ ആ പരിശ്രമങ്ങളിൽ മാത്രം പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നതിനു പകരം ഞാൻ തന്നെ പരാജിതനാണ് എന്ന പരാജയ ബോധം അവരുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ബോധം സൃഷ്ടിക്കപ്പെടുന്നതിനുണ്ടാകുന്ന ആഘാതം എന്താ? ഞാൻ കഴിവുറ്റവനാണ് എന്ന വിശ്വാസമാണ് അവർക്ക് നഷ്ടപ്പെടുന്നത്. ആ നഷ്ടം അവരെ കൊണ്ടുപോകുന്നത് നിരാശാബോധത്തിലേക്കും പരിശ്രമങ്ങളിൽ നിന്നുള്ള പിന്മാറ്റങ്ങളിലേക്കുമാണ്. ഇന്നത്തെ വിഷയം ബൗൺസ് ബാക്ക് സ്ട്രോങ്ങർ എന്നുള്ളതാണ്. എങ്ങനെയാണ് വളരെ ശക്തമായി നമുക്ക് തിരിച്ചു വരാൻ കഴിയുക? ശക്തി സത്യത്തിൽ എവിടെയും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ മനസ്സിലാണ് ശക്തിയുടെ ചോർച്ച സംഭവിച്ചത്. ഈ ചോർച്ച സംഭവിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് നമുക്ക് ബോധ്യമാവുന്നുണ്ട്.
നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അപൂർവം ചില ടീമുകൾ മാത്രമാണ് വളരെ ലൈവായി, വളരെ പ്രസൻസോടുകൂടി പെർഫോമൻസുമായി മുന്നേറുന്നത്. നമുക്ക് നിരാശപ്പെടാൻ കാരണങ്ങൾ ഏറെയുണ്ട്. ആ കാരണങ്ങളിൽ നിരാശപ്പെട്ട് എന്റെ ഉദ്യമം പൂർത്തീകരിക്കപ്പെടുന്നില്ല, എന്റെ പരിശ്രമം വിജയം കാണുന്നില്ല, ഞാൻ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നില്ല എന്ന പരാജയ ഭീതിയോ ജീവിതാനുഭവങ്ങളോ പലപ്പോഴും മനുഷ്യന് നിരാശകൾ സമ്മാനിക്കും. ആ നിരാശകൾ സമ്മാനിച്ചാൽ ഒരു മനുഷ്യന്റെ പരിശ്രമങ്ങൾ ഉണ്ടാകുന്ന ഇമോഷണൽ ഇമ്പാക്റ്റ് ഉണ്ട്. ആ ഇമ്പാക്റ്റ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പരിശ്രമങ്ങളിൽ നിന്നല്ല പിന്മാറുന്നത്, ആത്മവിശ്വാസത്തിൽ നിന്നാണ് പിന്മാറുന്നത്. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ കഴിവുള്ളവരല്ലാത്ത ഒരു മനുഷ്യരുമില്ല. മറ്റുള്ളവരിൽ നിന്ന് വിഭിന്നമായ വ്യത്യസ്തമായ എന്തോ ചില കഴിവുകളുടെ ഉടമയാണ് എല്ലാവരും. ആ കഴിവുകൾ കണ്ടെത്തുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ കാര്യമാണ്. ആ കഴിവുകളിൽ മനുഷ്യനുള്ള ഏറ്റവും അപൂർവമായ, ഏറ്റവും ശ്രദ്ധേയമായ, മറ്റു ജീവികളിൽ നിന്നൊക്കെ വിഭിന്നമായി മനുഷ്യനുള്ള ഏറ്റവും വലിയ സവിശേഷത ഇത്രമാത്രം സംസാരിക്കുന്നവർ, ഇത്രമാത്രം മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവർ മറ്റൊരു ജീവജാലങ്ങളിലുമില്ല. അത്രയും തുറന്ന സംസാരങ്ങൾ. ആ സംസാരം ആത്മവിശ്വാസം നൽകുന്നുണ്ട്. ആ സംസാരം നമുക്ക് കൂടുതൽ കഴിവുകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ആ സംസാരം നമ്മളെ കൂടുതൽ സന്തുഷ്ടരാക്കുന്നുണ്ട്. ആ സംസാരം ഒരുപക്ഷെ മറ്റുള്ളവരെ സങ്കടപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എല്ലാത്തിനും കഴിവുള്ളതാണ്. എല്ലാത്തിനുമുള്ള മറുമരുന്നുമാണ് യഥാർത്ഥത്തിൽ സംസാരം. സങ്കടപ്പെട്ട് ജീവിതം മുഴുവൻ നിരാശയിലായ ഒരു മനുഷ്യൻ ഒരു കൗൺസിലറുടെ അടുക്കൽ പോയി 1 മണിക്കൂർ ഇരുന്ന് തിരിച്ചു വരുമ്പോ ആ മനുഷ്യന്റെ ഉള്ളിലുണ്ടാകുന്ന, തിരിച്ചു ലഭിക്കുന്ന വലിയ ഒരു കംബാക്ക് എനർജി ഉണ്ട്. ആ എനർജി ലഭിക്കുന്നത് മറ്റേ വ്യക്തി എന്തെങ്കിലും ഇഞ്ചക്ഷൻ നടത്തിയിട്ടല്ല, മറിച്ച് കേവലമായ സംസാരം മാത്രമാണ് ആ മനുഷ്യനെ കരുത്തുള്ളവനാക്കി തിരിച്ചു മടങ്ങാൻ പ്രേരണയാകുന്നതും പ്രചോദനമാകുന്നതും. അത്രമാത്രം വലിയ കായിക, മാന്ത്രിക ശക്തിയുള്ളതാണ് നമ്മുടെ സംസാരം എന്നുള്ളത്. ബിസിനസിന്റെ 80% കമ്മ്യൂണിക്കേഷനാണ്. ആ കമ്മ്യൂണിക്കേഷൻ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോടല്ല, ഒരു മനസ്സ് മറ്റൊരു മനസ്സിനോടാണ്. ഒരു മനസ്സ് മറ്റൊരു മനസ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതേ ഫീലിങ്സ് നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്റെ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യപ്പെടില്ല എന്നുള്ള വിശ്വാസം ഉള്ളിനകത്ത് എവിടെയോ കിടക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ പ്രസന്റേഷൻ ഒരിക്കലും ഇമ്പാക്റ്റ് സൃഷ്ടിക്കപ്പെടുകയില്ല. മറിച്ച് നമ്മുടെ മനസ്സിനകത്ത് എന്താണോ രൂപപ്പെട്ടിട്ടുള്ളത്, എന്തൊരു ബിലീഫ് സിസ്റ്റത്തിലാണോ നമ്മൾ നിലകൊള്ളുന്നത്, ആ മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്കുള്ള സംവേദനം അത്രമാത്രം ആഴത്തിലും അത്രമാത്രം ഇമ്പാക്റ്റും ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതാണ്. പിഗ്മാലിയൻ തിയറി എന്ന വളരെ ശ്രദ്ധേയമായ ഒരു തിയറി ബെർണാഡ് ഷാ നൂറ്റാണ്ടുകൾക്ക് മുൻപ് അവതരിപ്പിച്ചിട്ടുണ്ട്. പിഗ്മാലിയൻ തിയറിയുടെ അടിസ്ഥാനം നിങ്ങളുടെ ഉള്ളിൽ ഒരു പോസിറ്റീവായതോ ഒരു നെഗറ്റീവായതോ ഒരു എനർജി കിടക്കുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ പരിസരങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടും എന്നതാണ്. നമ്മൾ അറിയാതെ നമ്മുടെ പരിസരങ്ങളിലേക്ക് ആ പിഗ്മാലിയൻ എനർജി, ആ മൈൻഡ് സെറ്റ് സ്വാഭാവികമായിട്ടും ഷെയർ ചെയ്യപ്പെടുന്നു. നമ്മൾ വാക്കുകൾ കൊണ്ട് പറഞ്ഞാലും ഇല്ലെങ്കിലും അത് അറിയാതെ സ്പ്രെഡിന് വിധേയമാകുന്നു. അതൊരു വൈറസ് പോലെ വ്യാപിച്ചു കിടക്കാൻ അത് കാരണമാകുന്നു. നമ്മൾ ഒരു ഗെറ്റ് ബാക്കിന് തയ്യാറാവേണ്ട സമയമായി കഴിഞ്ഞു. നമ്മളൊരു സെറ്റ് ബാക്കിന് ഒരുങ്ങേണ്ട സമയമായി കഴിഞ്ഞു. എങ്ങനെയാണ് നമുക്കൊരു ബൗൺസ് ബാക്ക് എടുക്കുവാൻ കഴിയുക? ആ ബൗൺസ് ബാക്ക് ഒരു സാധാരണ പിച്ചല്ല, ഒരു അതിജീവനത്തിന്റെ പിച്ചാണ്. വളരെ സ്ട്രോങ് ആയ ഒരു ബൗൺസ് ബാക്ക് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇന്ന് 5 കാര്യങ്ങളാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരു മാസം അവസാനമായി. 2 മാസത്തെ നമ്മളെ സംബന്ധിച്ച് ഒരു പീക്ക് ടൈമായ അവധിക്കാലത്തിന്റെ 1 മാസം അവസാനിക്കുമ്പോൾ ഇനി നമ്മുടെ മുൻപിലുള്ള 1 മാസം നിങ്ങൾ നോക്കൂ, കമ്മ്യൂണിറ്റി ഒന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കൂ. 2 മാസത്തെ അവധിക്കാലത്ത് 1 മാസം എന്ത് കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഒന്നും കഴിഞ്ഞില്ല. ഫാമിലി റിവ്യൂ ആണ് ഞാൻ പറഞ്ഞത്. ഒന്നും കഴിഞ്ഞില്ല. ചില എന്റർടൈൻമെന്റുകൾ കഴിഞ്ഞു. ബാക്കിയുള്ളത് മുഴുവൻ അവിടെ ബാക്കിയാണ്. ഇനി വരുന്നത് റിസൾട്ടിന്റെ നാളുകളാണ്. അത് 10th പ്ലസ് ടുവിൻ്റെതാണെങ്കിൽ അഡ്മിഷൻ്റെതാണെങ്കിൽ ഒക്കെ റിസൾട്ടിന്റെ നാളുകളാണ് ഇനി നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. രണ്ടാമത്തേത് ഇനി വരുന്നത് അഡ്മിഷന്റെ നാളുകളാണ്.
മൂന്നാമത്തേത് സ്കൂളിലേക്ക് വേണ്ടി അക്കാദമിക് സിസ്റ്റത്തിലേക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കത്തിന്റെ പർച്ചേസിങ്ങിന്റെ നാളുകളാണ്. ബുക്കും ബാഗും കുടയും സംവിധാനങ്ങളും ഒക്കെയായി സ്കൂളിംഗ് എന്ന ഒരു സിസ്റ്റത്തിലേക്ക് ആളുകളുടെ മനസ്സ്, ഫാമിലിയുടെ മനസ്സ്, എസ്പെഷ്യലി കുട്ടികളുടെ മനസ്സ്, പാരന്റ്സിന്റെ മനസ്സ് കൂടുതൽ അടുക്കുന്ന ഒരു ടൈമിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. സ്വാഭാവികമായും നേരത്തെയൊക്കെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ അവരിലേക്ക് കൂടുതൽ റിലേറ്റഡ് ആയ കാര്യങ്ങൾ കാണാൻ കഴിയുന്നതാണ് ഇനിയുള്ള സമയം. എന്റെ പരിസരത്തു നിന്ന് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് എങ്കിലും ഞാൻ ചിന്തിക്കുന്നത് മാത്രമേ എന്റെ പരിസരത്തിലേക്ക്, എന്റെ ചിന്തയിലേക്ക്, എന്റെ ജീവിതത്തിലേക്ക് റിലേറ്റഡ് ആയി കടന്നു വരുന്നുള്ളൂ. അത് പ്രകൃതിയും ദൈവവും നമുക്ക് സമ്മാനിച്ച ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ്. കാരണം എന്റെ കൺമുമ്പിലുള്ളത് മുഴുവൻ ഞാൻ ശ്രദ്ധിക്കുന്നുവെങ്കിൽ എനിക്കൊന്നിലും മൈൻഡ്ഫുൾനെസ്സോടുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്രകൃതിയുടെ നിയമവും സിസ്റ്റവും ഞാൻ ചിന്തിക്കുന്നത് എന്താണോ, എനിക്ക് ആവശ്യമുള്ളത് എന്താണോ, അത് മാത്രമേ എനിക്ക് കാണിച്ചു തരുന്നുള്ളൂ. അത് മാത്രമേ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുള്ളൂ. അതുകൊണ്ട് ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഇനി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ എന്റെ കുഞ്ഞിനെ എവിടെ അഡ്മിഷൻ എടുക്കണം എന്ന് ഒരു രക്ഷിതാവിന്റെ മനസ്സിലേക്ക് ചിന്ത വന്നാൽ സ്വാഭാവികമായും അദ്ദേഹം അറിയാതെ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് എത്തും, നമ്മുടെ പോസ്റ്റിലേക്ക് എത്തും. കാരണം പ്രകൃതിയുടെ ഈ നിയമമാണ് മെറ്റയും അഫോർഡ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇൻസ്റ്റഗ്രാമിന് 52 ഐഡിയാസ് പറഞ്ഞു തരാൻ കഴിയും. ഐ റിപ്പീറ്റ്, നിങ്ങൾ FBയോ ഇൻസ്റ്റയോ ഉപയോഗിക്കുന്നുവെങ്കിൽ നിങ്ങളെക്കുറിച്ച് 52ഓളം കാര്യങ്ങൾ നിങ്ങളറിയാതെ ഇൻസ്റ്റ പറഞ്ഞു തരും. നിങ്ങളുടെ ഏതു കണ്ണിനാണ് കാഴ്ച കൂടുതലെന്ന് ഇൻസ്റ്റഗ്രാം പറഞ്ഞു തരും. നിങ്ങൾ ഏതു കളറാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് ഇൻസ്റ്റഗ്രാം പറഞ്ഞു തരും. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഇൻസ്റ്റഗ്രാം പറഞ്ഞു തരും. നിങ്ങളുടെ ചിന്തയിൽ ഏറ്റവും കൂടുതൽ കടന്നു വരുന്ന ആക്ടിവിറ്റികൾ എന്താണ് എന്ന് ഇൻസ്റ്റഗ്രാം പറഞ്ഞു തരും. തുടങ്ങി നമ്മളെ 100% ഒരു നമ്മുടെ ഇന്റേണൽ ഫീലിങ്സുകളെ ഇമോഷൻസുകളെ ഒരു MRI സ്കാനിങ്ങിന് വിധേയമാക്കാൻ മെറ്റയ്ക്ക് സാധിക്കുന്നു. കാരണം പ്രകൃതി സംവിധാനിച്ച ഇതേ പാറ്റേണിലാണ് മെറ്റയും അതിന്റെ ഇവാലുവേഷൻ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ 5 സെൽഫ് ഇവാലുവേഷന് വിധേയമാവേണ്ടതുണ്ട്. അടുത്ത മാസത്തേക്കുള്ള ഞാൻ ഈ പറഞ്ഞ നമ്മുടെ പരിസരത്തിലുള്ളവർ, നമ്മളെ അറിയുന്നവർ, നമ്മളെ അറിയാത്തവർ നമ്മിലേക്ക് കണക്ട് ആവണമെങ്കിൽ നമ്മൾ ചില ആക്ഷനുകൾ എടുക്കാൻ തയ്യാറാവേണ്ടതുണ്ട്. ആ ആക്ഷനുകൾ മറ്റുള്ളവരെ നമ്മിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടതാണ്. നോൺ കസ്റ്റമേഴ്സ് ടു അൺനോൺ കസ്റ്റമേഴ്സ്. നമ്മൾ അറിയാത്ത കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ചെല്ലാനും നമ്മൾ അറിയാത്ത കസ്റ്റമേഴ്സ് നമ്മളെ തേടി വരാനുമുള്ള അവസരങ്ങളാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ. അവയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തുകയും നമ്മുടെ ചിന്തയും നമ്മുടെ ആശയങ്ങളും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാവുന്ന സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? അതിനു വേണ്ടി 5 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തയ്യാറാവുക. കാരണം ഒരു പുതിയ മാസം കടന്നു വരുന്നു. ആ മാസം എല്ലാ അർത്ഥത്തിലും നമ്മുടെ പീക്ക് പെർഫോമൻസിന്റെ ടൈമാണ്, നമ്മുടെ സീസണാണ്. അഡ്മിഷൻ കൂടുതൽ എടുക്കുന്ന, അക്കാദമികമായി രക്ഷിതാക്കൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന ടൈം. എന്റെ കുഞ്ഞിനെ നിലവിലുള്ളിടത്തുനിന്ന് മാറ്റണം, പുതിയ സ്കൂളിൽ ചേർക്കണം, എവിടെ അഡ്മിഷൻ എവിടെ കിട്ടും, റിസൾട്ട് എങ്ങനെ ഇമ്പാക്ട് ചെയ്യുന്നു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒരു രക്ഷിതാവിന്റെ, പബ്ലിക്കിന്റെ ചിന്തയിലേക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ കാര്യങ്ങൾ കൂടുതൽ ചിന്തിക്കുവാനും ആശങ്കപ്പെടാനും അവർക്ക് സമയം ലഭിക്കുന്ന ഒരു സീസണാണ് മെയ് മാസം. അതിനെ നമ്മൾ എങ്ങനെ ഉപയോഗപ്പെടുന്നു? ഒരാശയം ചിന്തിക്കുന്നവരിലേക്കാണ് ആ ആശയവുമായി റിലേറ്റഡ് ആയ മെസ്സേജുകൾ ചെല്ലൂ. അവരതേ നോട്ട് ചെയ്യൂ, അവരതേ കാണൂ. മിനിയാന്ന് ഞാൻ എന്റെ വീട്ടിലെ മാവിൽ കയറി കുറച്ച് മാങ്ങ പറിച്ചു. ഇന്നലെ ഞാൻ പോകുന്ന വഴിയിലൊക്കെ ഞാൻ കാണുന്നത് പറിക്കാനായ മാമ്പഴമുള്ള മരങ്ങളാണ്. പക്ഷെ ഞാൻ എല്ലാ ദിവസവും കടന്നു പോകുന്ന വഴിയാണ്. അന്നൊന്നും അതിന്റെ ശ്രദ്ധയിലേക്ക് കടന്നു വന്നില്ല. കാരണം എന്റെ ചിന്തയിൽ, എന്റെ ആക്ഷനിൽ ചില കാര്യങ്ങൾ വന്നപ്പോ അത് റിലേറ്റഡ് ആയ കാര്യങ്ങൾ ഞാൻ കണ്ടുകൊണ്ടേയിരിക്കുന്നു. യെസ്, നമ്മൾ ആ റിലേറ്റീവിനെ എങ്ങനെയാണ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക? മെയ് മാസം അതിനുള്ള മികച്ച സമയമാണ്.
നമ്മൾ അതിനു വേണ്ടി പ്ലാനിങ്ങോട് കൂടിയുള്ള ചില സ്റ്റെപ്പുകൾ എടുക്കേണ്ടത്. ഒന്നാമത്തേത് ഹാബിറ്റാണ്. നമ്മുടെ ഹാബിറ്റിൽ ചില ചേഞ്ചുകൾ കൊണ്ടുവരുത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് അത് ഞാൻ പറയേണ്ടതല്ല. കാരണം ഓരോരുത്തരുടെയും ഷെഡ്യൂളും പ്ലാനും ഡ്രീമും ഒക്കെ അനുസരിച്ച് നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലേക്ക് ഒരു ക്യാമ്പയിൻ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുമ്പോൾ സോഷ്യൽ മീഡിയ ടീം നമ്മളോട് 5 ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യങ്ങൾ ഇതാണ്: നിങ്ങൾക്ക് ഈ മാസം നിങ്ങളുടെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എത്രയാണ്? നിങ്ങളുടെ ഈ മാസത്തെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് എത്രയാണ്? അപ്പോൾ ഞാൻ അതിന് പറഞ്ഞത്, എനിക്ക് വേണ്ടത് ഒരു പ്രോഗ്രാമുമായി ബന്ധപ്പെട്ടത്. എനിക്ക് വേണ്ടത് 40 വ്യക്തികളെയാണ് ഇത്ര രൂപ പേയ്മെന്റ് അടച്ചിട്ട് എനിക്ക് എന്റെ പ്രോഗ്രാമിന് വേണ്ടത്. ഓക്കെ. 40 പേരെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാക്സിമം നിങ്ങളുടെ ഒരു കൺവേർഷൻ റേഷ്യോ എന്ന് പറയുന്നത് 10% ഇത്തരം പ്രോഗ്രാമുകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് 40 പേരെ കിട്ടണമെന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് 400 ലീഡ് വേണം. ആ 400 ലീഡിന് ഇൻ ഹൗസ് നിങ്ങളുടെ റിലേറ്റഡ് ആയി നിങ്ങൾക്ക് എത്രയുണ്ട്? അതില് ഒരു 10 പേരെ കിട്ടിയേക്കാം, 30 പേരെ എനിക്ക് പുറത്തുനിന്ന് വേണം. ഓക്കെ. അപ്പോ 300 ലീഡ് വേണം. 300 ലീഡ് വേണമെന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ചോദ്യം, എങ്കിൽ നിങ്ങൾക്ക് എത്ര ആളുകളിലേക്ക് ഇതിന്റെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് ഇതിന്റെ റിവ്യൂ എത്തണം? ഓക്കെ. അത് ഏകദേശം അതിന്റെ 4 ഇരട്ടി, അതിന്റെ 400 ഇരട്ടിയാണ് എങ്കിൽ 12,000 ആളുകളിലേക്ക് ഇതിന്റെ റിവ്യൂ ചെല്ലണം. 3000 ഇൻറ്റു 4 12,000. 12,000 ആളുകൾ ഈ ക്യാമ്പയിൻ കാണണം. അതിൽ നിന്ന് പൊട്ടൻഷ്യലായ 300 ആളുകളുടെ ലീഡ് കിട്ടണം. അതിൽ നിന്ന് 30 പേരെ നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റണം. 12,000 ആളുകളിലേക്ക് ചെല്ലണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം? അതാണ് 5-മത്തെ ചോദ്യം. ഇത് തന്നെയാണ് ഹാബിറ്റിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടത്. 31 ദിവസം മെയ് മാസമുണ്ട്. മെയ് 1 തൊഴിലാളി ദിനം മുതൽ മെയ് 31 കഴിഞ്ഞ് പുതിയൊരു അക്കാദമിക് ഇയർ ആരംഭിക്കുന്നതിന്റെ തലേനാൾ വരെയുള്ള സമയം സാൻവോക്സ് ടെക്നോളജീസിന്റെ സാൻവോസിറ്റി എഡ്യൂക്കേഷൻ ആപ്ലിക്കേഷൻ പ്രൊമോഷൻ നടത്തുന്നവരെ സംബന്ധിച്ച് ഏറ്റവും നിർണായകവും ശ്രദ്ധേയവുമായ ദിനമാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമ്മുടെ 2 ക്യാമ്പയിനുകൾ നാളെ മുതൽ ആരംഭിക്കുന്നുണ്ട്. ആ 2 ക്യാമ്പയിനുകളിലൂടെ കുറെ ആളുകൾ ഇതിനെക്കുറിച്ച് ഇപ്പോ ഞാൻ അസോസിയേറ്റ് ചെയ്ത ബിസിനസ്സുകാർക്ക് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിന്റെ ഒരു കൗണ്ടർ നമ്മളൊരു എക്സിബിഷൻ ഇട്ടപ്പോ അവിടെ വന്ന് കണ്ട ആളുകൾ, ഓക്കെ, ഇത് നിങ്ങളുടേതാണല്ലേ, നമ്മൾ കാണാറുണ്ട്, ആഡ് കാണാറുണ്ട്, ഇതിന്റെ വീഡിയോസ് കാണാറുണ്ട്. അങ്ങനെ വീഡിയോസ് കാണുന്ന രീതിയിലേക്ക് നമുക്ക് സ്വന്തമായി കുറെ പ്രൊമോഷൻ ചെയ്യാൻ കഴിയും. അത് പെയ്ഡ് ആയിക്കൊള്ളണമെന്നില്ല. കമ്പനിക്ക് സ്വന്തമായി കുറെ പ്രൊമോഷൻ ചെയ്യാൻ കഴിയും. പെയ്ഡ് ആയിട്ടും കമ്പനി അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ ബെനിഫിറ്റ് നമുക്ക് ലഭിക്കും. കാരണം നമ്മൾ പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളുകൾ, ഞാനത് സോഷ്യൽ മീഡിയയിൽ നിന്ന് കണ്ടിരുന്നു. എങ്ങനെയാണ് നമുക്ക് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയ പല പ്രോജക്റ്റുകളെയും അവരുടെ ലോഗോയും പേരും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പതിഞ്ഞത്? നമ്മൾ ഇന്ന് വരെ അവരുടെ ഓഫീസിൽ ചെന്നിട്ടില്ല. നമ്മൾ ഇന്ന് വരെ അവിടെ അഡ്മിഷൻ പ്രൊസീജിയറിന് വേണ്ടി എൻക്വയറി നടത്തിയിട്ടില്ല. പക്ഷെ നിരന്തരമായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അവരുടെ ആഡുകൾ കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് അത് പതിഞ്ഞത്. അത് പതിക്കുവാനുള്ള ഏറ്റവും മികച്ച സംവിധാനങ്ങളുമായി നമ്മുടെ സിസ്റ്റം മുന്നോട്ട് പോകുന്നു. ഏറ്റവും ചുരുക്കി ഞാൻ ആ ഒരു വാക്കിനെ പറയുകയാണ് എങ്കിൽ, നമ്മൾ അറിയാതെ നമുക്ക് ലീഡ് കിട്ടാവുന്ന, നമുക്ക് ട്രസ്റ്റ് കിട്ടാവുന്ന പല ബാക്ക് വർക്കുകളും നമ്മുടെ സിസ്റ്റത്തിൽ നടക്കുന്നു. പക്ഷെ അതിനനുസരിച്ചുള്ള ഒരു ഹാബിറ്റ് സെറ്റിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല എങ്കിൽ മെയ് മാസത്തേക്ക് അതിനനുസരിച്ചുള്ള ഒരു ഹാബിറ്റ് സെറ്റിങ്സിന് വേണ്ടി നമ്മൾ തയ്യാറാവുക. രണ്ടാമത്തേത്, മെയ് മാസത്തേക്ക് വേണ്ടിയുള്ള നമ്മുടെ ടാർഗറ്റ് പ്ലാൻ എന്താണ്? മെയ് മാസം എന്റെ മുമ്പിലുള്ള ടാർഗറ്റ് എന്താണ്? ആരിലേക്കാണ് ഞാൻ കടന്നു ചെല്ലുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിച്ചു. ജൂൺ 1 മുതൽ 15 വരെ 10th-ലെയും +2-ലെയും ക്ലാസ്സിലെ മിക്കവാറും പാരന്റ്സ് മീറ്റിംഗ് നടക്കും. ജൂൺ 1 മുതൽ 15-നുള്ളിൽ 10th +2 ഈ 2 ക്ലാസ്സുകളിലെ രക്ഷിതാക്കളുടെ മീറ്റിംഗുകൾ സ്ഥാപനങ്ങൾ വിളിക്കാറുണ്ട്. +1-ന്റേത് വിളിക്കൂല, അഡ്മിഷൻ ആവൂല. 8ഉം 9ഉം വിളിക്കൂല, അവരെ വിളിക്കുന്നത് PTA കമ്മിറ്റി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സമയത്താണ്. പക്ഷെ 10ാം ക്ലാസ്സിന്റേതും +2-ന്റെയും ഏറ്റവും ആദ്യത്തിൽ വിളിക്കും. അവരെ അക്കാദമിക്കലി ഫോക്കസ്ഡ് ആക്കാനും മറ്റു കാര്യത്തിൽ എൻഗേജ് ചെയ്യരുത് എന്ന് ബോധ്യപ്പെടുത്താൻ. ഈ സമയത്ത് മെയ് 1 മുതൽ 15 വരെയുള്ള സമയങ്ങളിൽ, അല്ലെങ്കിൽ മെയ് 15 മുതൽ 30 വരെയുള്ള സമയങ്ങളിൽ നിങ്ങൾക്ക് ബന്ധമുള്ള സ്കൂൾ PTA ഭാരവാഹികൾ, അധ്യാപകർ,
HM-മാർ, പ്രിൻസിപ്പൽമാർ, അങ്ങനെയുള്ള ആരുമായിട്ടാണോ ലിങ്ക് ഉള്ളത് അവരുമായി നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മുടെ പ്ലാൻ പറഞ്ഞ്, പ്ലാൻ മീൻസ് ബിസിനസ് പ്ലാൻ അല്ല, എഡ്യൂക്കേഷൻ ടീമിനെ, സ്റ്റുഡൻസിനെ എങ്ങനെയാണ് സാൻഡ് ബോക്സ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന പ്ലാൻ പറഞ്ഞ് അവരുടെ സ്കൂളുകളിൽ 10th +2 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഈ അധ്യയന വർഷം അവരെടുക്കേണ്ട ജാഗ്രതയും ശ്രദ്ധയും, പഠനത്തിന് അവരെടുക്കേണ്ട പ്ലാനിങ്ങും അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോസ് നമ്മൾ നമ്മുടെ ഗ്രൂപ്പുകളിൽ വിത്തിൻ 3 days നമ്മൾ ഷെയർ ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് എന്താണ് അവർക്ക് കൊടുക്കാനുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ, അതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് പ്രോഗ്രാം ഈ പാരന്റ്സ് മീറ്റിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് 20 സ്ഥാപനങ്ങളിൽ നമുക്കത് നേരിട്ട് ഏറ്റെടുക്കാൻ പറ്റും. നിങ്ങൾ കണക്ട് ചെയ്യുന്ന 20 സ്ഥാപനങ്ങളിലാണ് ആ ഇവന്റുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. ആ ഇവന്റുകൾ നമ്മുടെ പ്ലാനിങ്ങിനുണ്ട് എങ്കിൽ അതിനു വേണ്ടി പറ്റുന്ന സ്ഥാപനങ്ങളുമായി നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി കഴിയണം. എന്താണ് ഈ മാസത്തേക്ക് നമ്മൾ സെറ്റ് ചെയ്ത നമ്മുടെ ഹാബിറ്റ്, ഈ മാസം അച്ചീവ് ചെയ്യേണ്ട നമ്മുടെ ടാർജറ്റും പ്ലാനും എന്താണ്, ആ പ്ലാൻ ആക്ഷൻ പ്ലാനായി നമ്മൾ എടുക്കുക എന്നതാണ് മൂന്നാമത്തേത്. അതിനു വേണ്ട കൃത്യമായ ഒരു ആക്ഷൻ നമ്മൾ തയ്യാറാക്കുക. എന്താണ് ഈ മാസം, ഞങ്ങൾ അതിനുവേണ്ടി നാളെയും മറ്റന്നാളും ഫുള്ളായിട്ട് കമ്പനിയിൽ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ചെയ്യേണ്ട ചില ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും ചില ആക്ഷൻ പ്ലാനുകൾ ഉണ്ടാക്കണം. ആ പ്ലാനുകൾ ഉണ്ടാക്കണം, അതിനെ ഇംപ്ലിമെന്റ് ചെയ്യണം, ആക്ഷൻ ഓറിയന്റഡ് ആക്കണം. പ്ലാനുകൾ ഇല്ലാത്തവരല്ലേ ആരും, പ്ലാനുകൾ യഥേഷ്ടമുണ്ട്. പരിസ്ഥിതി ദിനത്തിന്റെ പിറ്റേ ദിവസം വന്ന ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, ഇന്നലെ എങ്ങാനും നട്ട മരങ്ങൾ മുഴുവൻ ഈ ഭൂമിയിൽ വളരുന്നുവെങ്കിൽ ഈ ഭൂമി ഒരു വനമായി മാറുമായിരുന്നു. സത്യത്തിൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഉണ്ടാക്കിയ പ്ലാനുകൾ ഇംപ്ലിമെന്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ ഭൂമി പോലും ഇങ്ങനെയാകുമായിരുന്നില്ല. അത്രമാത്രം മാറ്റങ്ങൾ അവിടെ സംഭവിക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഉണ്ടാക്കിയ പ്ലാനുകൾ നമ്മൾ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുണ്ട്. പക്ഷെ ആ ആക്ഷനുകളെ നമ്മൾ ഹാബിറ്റുമായി കണക്ട് ചെയ്തിട്ടില്ല. അതൊരു വൺ ടൈം ആക്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ആക്ഷൻ പ്ലസ് ആക്ഷൻ അതിന്റെ റിപ്പീറ്റേഷൻ ആയിരുന്നു. അവിടെ കൊണ്ട് അത് അവസാനിച്ചു. അതിനെ ഒരു ഹാബിറ്റിലേക്ക് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തില്ല. ഇന്നലെ ഞാൻ വായിച്ച വളരെ മനോഹരമായ ഒരു പുസ്തകത്തിന്റെ ചിന്തനീയമായ ഒരു സന്ദേശം അതിങ്ങനെയായിരുന്നു, 10,000 ലിറ്റർ വെള്ളം ഒരു പാറപ്പുറത്ത് ഒരുമിച്ച് ചൊരിഞ്ഞാൽ അവിടെ ഒന്നും സംഭവിക്കില്ല. 1 മണിക്കൂർ കഴിഞ്ഞാൽ അങ്ങനെ ഒരു വെള്ളം ആ പാറപ്പുറത്ത് വീണതിന്റെ അടയാളം പോലും അവിടെ ഉണ്ടാവില്ല. അത് അത്രക്ക് ഉണങ്ങി തെന്നിപ്പോയി അത് മാറിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഈ 10,000 ലിറ്റർ വെള്ളം ഒരു വർഷം കൊണ്ടാണ് തുള്ളി തുള്ളിയായി ഒഴുക്കിയത് എങ്കിൽ അത് ആ പാറയെ പിളർത്താൻ കരുത്തുള്ളതാണ്. അത് ആ പാറയിൽ സുഷിരങ്ങൾ വീഴ്ത്താൻ കരുത്തുള്ളതാണ്. അത് ആ പാറയിൽ നീർച്ചാലുകൾ ഉണ്ടാക്കിയെടുക്കാൻ കരുത്തുള്ളതാണ്. 10,000 ലിറ്റർ വെള്ളം ഒരുമിച്ചുണ്ടാകുന്ന ഫോഴ്സ് ഒരിക്കലും ഒരു തുള്ളി വെള്ളത്തിനില്ല. പക്ഷെ ഒരു തുള്ളി വെള്ളം ഒരു തവണയല്ല, 1000 തവണ, 10,000 തവണ ഒരിടത്ത് ചൊരിയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതിന്റെ ഇമ്പാക്ട്, പാറയേക്കാൾ കരുത്തും ശക്തിയും ഉള്ളത് എന്താണ്? അതിനുണ്ടാക്കുന്ന ഇമ്പാക്ട് അത്രമാത്രം ആഴത്തിലുള്ളതാണ്. അതിനാണ് ഈ ആശയത്തെ അവതരിപ്പിച്ചതിന് ശേഷം ഒരൊറ്റ വാക്കിൽ അവിടെ വൈൻഡപ്പ് ചെയ്യുന്നു, റിയലി ദാറ്റ് ഈസ് ഹാബിറ്റ്. അതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശീലത്തെ നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കണക്കെടുക്കാൻ കഴിയാത്തതാണ്. ദ മൗണ്ടെയിൻ മാൻ എന്നറിയപ്പെടുന്ന ശ്രദ്ധേയനായ ഒരു മനുഷ്യനുണ്ട് ഇന്ത്യയിൽ. അദ്ദേഹത്തിന് 2 തവണ രാഷ്ട്രപതി അവാർഡ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ അസുഖമായി പെട്ടെന്ന് വളരെ വേഗതയിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ടിയിരുന്നു. പക്ഷെ റോഡില്ലാത്ത, മലകൾ താണ്ടി കടന്നു പോവേണ്ട ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം കഴിയുന്നത്. ആ ഗ്രാമത്തിൽ 600-ലധികം കുടുംബങ്ങളുണ്ട്. അവരെ എടുത്ത് താങ്ങിക്കൊണ്ടുപോയി മല കടക്കുമ്പോഴേക്ക് അവർ മരണപ്പെട്ടു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇനി അസുഖം വന്ന് ആശുപത്രിയിലെത്താൻ അവസരമില്ലാത്ത ഒരു വ്യക്തിയും എന്റെ ഗ്രാമത്തിൽ ഉണ്ടാവരുത് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. എന്റെ ഓർമ്മ 120 മീറ്റർ എന്നാണ്. 120 മീറ്റർ വലിയ ഒരു മലയും പാറയും. അദ്ദേഹം ആ പാറയുടെ ഓരത്തിരുന്ന് ആ പാറ പൊട്ടിക്കാൻ തുടങ്ങി.
ആളുകൾ മുഴുവൻ പറഞ്ഞു. ആ നാടിൽ അതൊരു ചർച്ചയായി. ചർച്ചയായത് ഒരു മനുഷ്യന്റെ ഇന്നൊവേഷനോ ഒരു മനുഷ്യന്റെ കോൺട്രിബ്യൂഷനോ അല്ല, മറിച്ച് ഭാര്യ മരണപ്പെട്ടു മാനസികം വന്നയാളാണ് ഈ വ്യക്തി എന്നതായിരുന്നു അദ്ദേഹത്തെ കുറിച്ചുള്ള വാക്യം. 11 വർഷത്തോളം അദ്ദേഹം ആ പരിശ്രമം തുടർന്നു. അങ്ങനെ ആ ഒറ്റപ്പെട്ട മലമടക്കുകൾക്ക് ഉള്ളിലുള്ള ആ ഗ്രാമം വെളിച്ചം കണ്ടു തുടങ്ങി. വെളിച്ചം കണ്ട് അതൊരു പുതിയ വഴിയായി മാറി. ചരിത്രത്തിൽ ആദ്യമായി ആ ഗ്രാമത്തിലേക്ക് വാഹനം പ്രവേശിച്ചു. അദ്ദേഹം ഓരോ ദിവസം പൊട്ടിച്ചെടുക്കുന്നത് ചെറിയ 5ഓ 6ഓ പാറക്കഷ്ണങ്ങളാണ്. അങ്ങനെ 12 വർഷത്തെ നിരന്തരമായ പരിശ്രമങ്ങൾക്കൊടുവിൽ അദ്ദേഹം ആ നാട്ടിലേക്ക് ഒരു റോഡ് തുരന്നുണ്ടാക്കി. അങ്ങനെയാണ് അദ്ദേഹം ദ മൗണ്ടെയിൻ മാൻ ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിന് രാഷ്ട്രപതി അംഗീകാരം, അവാർഡ് ഒക്കെ നൽകി ആദരിക്കുന്നത്. പറഞ്ഞത് ഒരു നാള് കൊണ്ട്, ഒരു 3 മാസം കൊണ്ട് എന്തെങ്കിലും ചെയ്ത് ഇത് നടക്കത്തില്ല എന്ന് പറഞ്ഞ് തിരിച്ചു മടങ്ങി നിരാശരാവേണ്ടവരല്ല നമ്മൾ. നമ്മുടെ മുമ്പിൽ 100 കൂട്ടം അവസരങ്ങളുണ്ട്. അതിനേക്കാൾ വലിയ അവസരങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ആ അവസരങ്ങൾ നേടിയെടുക്കുന്നത് വരെ നിരന്തരമായി പരിശ്രമിക്കുവാനുള്ള ശ്രമം നമുക്കുണ്ടാവണം. 16-ാം വയസ്സിൽ മുതൽ പരാജയം നുണഞ്ഞ് അനുഭവിച്ച് പരാജയത്തിന്റെ പർവ്വതങ്ങൾ താണ്ടി ഈ കടന്നു ചെല്ലുന്ന ഇടം മുഴുവൻ പരാജയം. വിദ്യാഭ്യാസ രംഗം പരാജയം, കുടുംബരംഗം പരാജയം, രാഷ്ട്രീയ രംഗം പരാജയം, സംഘടനാ രംഗം പരാജയം, മത്സരിച്ചത് മുഴുവൻ പരാജയപ്പെട്ട് അവസാനം 34 വർഷങ്ങൾക്കു ശേഷമാണ് അബ്രഹാം ലിങ്കൺ അമേരിക്കയുടെ പ്രസിഡന്റായി മാറുന്നത്. എവിടെയാണ് നമ്മുടെ പരിശ്രമങ്ങൾക്ക് അവസാനം കുറിക്കേണ്ടത്? വിജയം വരിക്കുന്നത് വരെ. വിജയം വരെയാണ് പരിശ്രമങ്ങൾ ഉണ്ടാവേണ്ടത്, ആവർത്തനത്തിന്റെ തോൽവികളിലല്ല. മറിച്ച് നിരന്തരമായി ആ പരിശ്രമങ്ങൾ നമ്മൾ മുന്നേറുക. തുടക്കത്തിൽ പറഞ്ഞ വാക്ക് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പരിശ്രമങ്ങൾ പരാജയപ്പെടുമ്പോൾ നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല നമുക്കുണ്ടാകുന്ന ഫീലിംഗ്, നമ്മുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്നതാണ്. കാരണം ഓരോ പരാജയങ്ങളും നമ്മുടെ മനസ്സിനെ ആഴത്തിൽ സ്വാധീനിക്കുന്നു. അത് ഇമോഷണലി നമ്മളെ കണക്ട് ആവുന്നു. അപ്പോൾ നമ്മൾ വസ്തുതാപരമായി ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിലും ആ കുറഞ്ഞ നാളുകൾ നമ്മളൊന്നും ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ഇത്ര നിരാശ ഉണ്ടാകുമായിരുന്നില്ല, നമുക്ക് ഇത്ര ആത്മവിശ്വാസ കുറവുണ്ടാകുമായിരുന്നില്ല. കാരണം നമുക്ക് നമ്മുടെ കഴിവുകളിലുള്ള വിശ്വാസമാണ് പലപ്പോഴും നഷ്ടപ്പെടുന്നത്. എന്തിലായിരുന്നോ നമ്മൾ മുൻപ് വിജയിച്ചിരുന്നത്, ആ വിജയിച്ചപ്പോഴുണ്ടായിരുന്ന എല്ലാ കഴിവുകളും ഇന്നും നമ്മുടെ കൂടെയുണ്ട്. പക്ഷെ ആ വിജയിച്ചപ്പോൾ ഉണ്ടായിരുന്ന ചില പാരിസ്ഥിതികമായ സാഹചര്യങ്ങൾ ഇല്ലാത്തത് മാത്രമാണ് നമ്മുടെ മുൻപിലുണ്ടായ പ്രതിസന്ധി. ആ പാരിസ്ഥിതികമായ സാഹചര്യങ്ങളെ തിരിച്ചു പിടിക്കുക. 3 രീതിയിലാണ് മനുഷ്യരെ കുറിച്ച് പറയാറുള്ളത്. ചില ആളുകൾ അവസരങ്ങൾ വിനിയോഗിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു വിഭാഗം അവസരങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്തുന്നു. മൂന്നാമത്തെ ഒരു വിഭാഗം അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. കൊറോണ കാലത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവസരങ്ങളെ വിനിയോഗിക്കാത്ത ഒരു വലിയ വിഭാഗം. മറ്റൊരു വിഭാഗം അവസരത്തെ വിനിയോഗിച്ചു. ബ്ലൂ ഓറഞ്ച് എന്ന് പറയുന്ന ഒരു കമ്പനി കൊറോണ കാലത്ത് അവർ മാസ്കുകളാണ് വിൽക്കാൻ ശ്രമിച്ചത്. അതുവരെ അവരുടെ സെഗ്മെന്റ് തന്നെ വേറെയായിരുന്നു. ആ സെഗ്മെന്റ് ഒക്കെ വൈൻഡപ്പ് ആയപ്പോ, സ്റ്റോപ്പ് ആയപ്പം അവർ ആ സമയത്തേക്ക് മാസ്ക് ബിസിനസ് തുടങ്ങി. അത് പിന്നെ ഡ്രസ്സിലേക്ക് മാറി. ഇന്ന് ബ്ലൂ ഓറഞ്ച് എന്ന പേരിൽ ശ്രദ്ധേയമായ ഒരു ബ്രാൻഡ്, 30ഓളം സെലിബ്രിറ്റികൾ അത് ഫോളോ ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. 5000 രൂപയുടെ ടീഷർട്ടും 10,000 രൂപയുടെ ജീനും അവർ വിൽക്കുന്നു. കാരണം ഒരു അവസരത്തെ അവർ വിനിയോഗിച്ചു എന്നതാണ്. ഇനി മൂന്നാമത്തേതോ, അവസരത്തെ ക്രിയേറ്റ് ചെയ്യുന്നു. കൊറോണ പോലും ചില ആളുകളുടെ ക്രിയേഷൻ ആണ് എന്ന് പറയപ്പെടുന്നു. നമ്മൾ അവസരത്തെ ക്രിയേറ്റ് ചെയ്യുന്നവരാണോ, അവസരത്തെ ഉപയോഗപ്പെടുത്തുന്നവരാണോ, അവസരത്തെ ഉപയോഗപ്പെടുത്താത്തവരാണോ? കൊറോണ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ ഇമ്പാക്ട് 20 വർഷങ്ങൾക്ക് ശേഷം വരുമായിരുന്ന ടെക്നോളജിക്കൽ ഇന്നോവേഷൻസ് ലൈഫിന്റെ ഭാഗമായി മാറി എന്നതാണ്. ഇനിയുള്ള ഒരു റിവ്യൂ എന്താണെന്ന് വെച്ചാൽ, AI ഇത്ര മാറിയ, മനുഷ്യന്റെ ടെക്നോളജി ഇത്ര മാറിയ ഒരു കാലത്ത് ഈ ഒരു ഇന്നോവേഷൻ നമ്മിലേക്ക് വന്നില്ലായിരുന്നുവെങ്കിൽ കാലം തന്നെ നമ്മളെ പുറന്തള്ളുമായിരുന്നു. ഹലോ, ഐ റിപ്പീറ്റ്. കൊറോണ കൊണ്ട് ടെക്നോളജിയെ മനുഷ്യൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായില്ലായിരുന്നുവെങ്കിൽ
ദിനോസറുകൾ ഈ ഭൂമിയിൽ നിന്ന് നീങ്ങിപ്പോയതിന്റെ കാരണം പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നതാണ്. നാച്ചുറൽ എക്കോസിസ്റ്റത്തിൽ നിന്ന് വേൾഡും എൻവിയോൺമെന്റും ഡിജിറ്റൽ എക്കോസിസ്റ്റത്തിലേക്ക് മാറിയപ്പോൾ മനുഷ്യൻ അതിൽ മാറാൻ തയ്യാറായിരുന്നില്ല. പ്രത്യേകിച്ച് ഏജ്ഡ് കമ്മ്യൂണിറ്റി. മാറിയേ പറ്റൂ എന്ന മിനിമം ബോധമെങ്കിലും മനുഷ്യനുണ്ടായി. രണ്ടാമത്തേത്, ഞാൻ മാത്രം പിറകിലാണ് ടെക്നോളജിക്കലി എന്ന ബോധം മനുഷ്യനുണ്ടായി. ഞാനും ഇത് പഠിച്ചേ അറിഞ്ഞേ അനുഭവിച്ചേ പറ്റൂ എന്ന ബോധം മനുഷ്യനുണ്ടായി. ഈ ബോധമുണ്ടാക്കിയത് ഈ പുതിയ സാഹചര്യമാണ്. ഒരു 20 വർഷത്തിനു ശേഷം ലോകത്തുണ്ടാകാമായിരുന്ന മാറ്റത്തെ വളരെ വേഗതയിൽ ഉണ്ടാക്കിയെടുക്കാൻ ഇത് സാധ്യമായി എങ്കിൽ അതിനുശേഷമാണ് അതിനുശേഷമാണ് ലോകത്ത് സർവീസ് ഇൻഡസ്ട്രിയിലെ ബിസിനസ് ഇത്രമാത്രം വ്യാപകമാകുന്നത്. എന്നെ ഇന്നലെ ചിന്തിപ്പിച്ച ഒരു കാര്യം, മിനിയാന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഒരു ജോബ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വന്ന ഒട്ടേറെ കുട്ടികൾ, അവിടെ വന്ന 200ഓളം വരുന്ന കമ്പനികൾ, അതിൽ 160 കമ്പനികൾ സർവീസ് ഇൻഡസ്ട്രിയാണ്. അതിൽ 70ഓളം കമ്പനികൾ ടെക്നോളജി റിലേറ്റഡ് ആണ്. അവിടെ വന്ന എത്രയോ എംപ്ലോയീസ് അവർ നോക്കുന്നത് സർവീസ് ഇൻഡസ്ട്രിയാണ്. പ്രൊഡക്റ്റ് ഇൻഡസ്ട്രിയെ മാർക്കറ്റിൽ അങ്ങനെ ഒരു കോമ്പറ്റീഷനിൽ പോലും കാണാൻ പറ്റാത്ത തരത്തിലേക്ക് മാറുന്നു. കാരണം എന്താ? ഒരു പുതിയ സാധ്യതകൾ ലോകം തിരിച്ചറിയുന്നു. ആ സാധ്യതയാണ് നമ്മുടെ മുമ്പിലുള്ളത്. സർവീസ് ഇൻഡസ്ട്രിയാണ് നമ്മുടെ സാധ്യത. അതുകൊണ്ട് കസ്റ്റമേഴ്സിനെ പോയി മീറ്റ് ചെയ്യേണ്ട, കസ്റ്റമേഴ്സിന് പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കേണ്ട, സർവീസ് ലോജിസ്റ്റിക്സ് ആവശ്യമില്ലാത്ത ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ആളുകൾ പ്രതിസന്ധി വന്നാൽ ഒഴിവാക്കുന്ന ചില സെഗ്മെന്റുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ടൂറിസം. കൊറോണ കാലത്ത് കോടിക്കണക്കിന് ബസ്സുകൾ നഷ്ടത്തിലായി. എത്രയോ ആ സെഗ്മെന്റിലുള്ള ആളുകൾ പ്രതിസന്ധിയിലായി. ജീവനൊടുക്കിയവരുണ്ട്, ആ രംഗം വിട്ടവരുണ്ട്, കടക്കണിയിലായി ദുരിതം അനുഭവിച്ചവരുണ്ട്. എത്രയോ റിസോർട്ടുകൾ പൂട്ടിപ്പോയി. റെന്റഡായി 5 വർഷത്തേക്കും 10 വർഷത്തേക്കും റിസോർട്ടുകൾ എടുത്തിരുന്ന ആളുകൾ അതുകൊണ്ട് കുടുങ്ങി പൊറുതിമുട്ടി കടക്കണിയിലായി ആസ്തി നഷ്ടപ്പെട്ട ആളുകളായി മാറി. കാരണം ചില സെഗ്മെന്റുകൾ, ചില ക്രൈസിസ് വന്നാൽ അതിജീവിക്കാൻ കഴിയാത്തതാണ്. മനുഷ്യന്റെ പ്രയോറിറ്റി അവിടെ മാറും. യെസ്. എന്നാൽ എഡ്യൂക്കേഷൻ ഒരിക്കലും പ്രയോറിറ്റി മാറില്ല. കൊറോണ കാലത്തും അധ്യാപകർ നമ്മുടെ വീട്ടിലേക്ക് വന്നു. എങ്ങനെ വന്നു? ഈ പ്ലാറ്റ്ഫോമിലൂടെ വന്നു. കൊറോണ കാലത്തും ഹോം ഡെലിവറി ഫുഡ് വന്നല്ലോ. കൊറോണ കാലത്തും നമ്മൾ ആവശ്യത്തിന് ആശുപത്രിയിൽ പോയി, അല്ലെങ്കിൽ ആശുപത്രി നമ്മിലേക്ക് വന്നു. മെഡിക്കൽ, ഫുഡ്, എഡ്യൂക്കേഷൻ. മനുഷ്യന് കൊറോണ കാലത്ത് നമ്മൾ എത്ര പേർ വസ്ത്രം പർച്ചേസ് ചെയ്തു? ഹലോ. കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായ ഒരു ഇൻഡസ്ട്രിയാണ് കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി. കാരണം മനുഷ്യൻ പുറത്തിറങ്ങുന്നില്ല. പുറത്തിറങ്ങുന്നവൻ തന്നെ മാസ്ക് ഇട്ടിട്ട്, പിന്നെ ആരെ കാണാൻ തേക്കണം? കോസ്മെറ്റിക്സ് ഇൻഡസ്ട്രി അത്രമാത്രം ഡൗണിലായി പോയി. അവിടെയാണ് നമ്മുടെ സ്കോപ്പ്. എന്തു പ്രതിസന്ധികൾ കടന്നു വന്നാലും ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് ആളുകൾ വിഡ്രോ ചെയ്യുന്നില്ല. രക്ഷിതാക്കളും മക്കളും മുഴുവൻ ഒരുമിച്ച് പ്ലാറ്റ്ഫോമിൽ ഇരുന്നു. അയ്യോ, പരീക്ഷയ്ക്ക് എന്തു ചെയ്യും? പഠിക്കാൻ എന്തു ചെയ്യും? ക്ലാസ്സിന് എന്തു ചെയ്യും? ലാബിന് എന്തു ചെയ്യും എന്ന ചോദ്യം രക്ഷിതാക്കളുടെ ഉള്ളിലും മക്കളുടെ ഉള്ളിലും വന്നു. കാരണം ചില സെഗ്മെന്റുകൾ ആളുകൾ എന്തു പ്രതിസന്ധിയിലും ഉപേക്ഷിക്കുന്നതല്ല. അതുതന്നെയാണ് നമ്മുടെ മുമ്പിലെ ഓപ്പർച്യൂണിറ്റി. ഈ ഓപ്പർച്യൂണിറ്റിയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ നമ്മൾ ശ്രദ്ധിക്കുക. അതിനുള്ള പുതിയ ശീലങ്ങൾ രൂപപ്പെടുത്തുക. അതിനുള്ള മനോഹരമായ പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കുക. ആ പ്ലാനുകളെ ആക്ഷനുകളാക്കി മാറ്റുക. ആ ആക്ഷനുകളെ റിവിഷനുകൾ നടത്തുക. ചെയ്ത കാര്യങ്ങളെ വീണ്ടും വീണ്ടും ചെയ്യുക. ഒരിക്കൽ ചെയ്തു, എന്താണ് അവിടെ ഉണ്ടായ ഫെയിലിയർ? ഇന്നൊരു പ്രസന്റേഷൻ നടത്തി, അവര് ഇൻട്രസ്റ്റ് കാണിച്ചില്ല. എന്തുകൊണ്ട്? നമ്മൾ അതിന് 5 ഉത്തരം കണ്ടെത്തിയിരിക്കണം. ഒന്നുകിൽ എന്റെ പ്രസന്റേഷൻ റെഡി ആവാത്ത കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പ്രസന്റേഷൻ റെഡി ആയിരുന്നു, അയാളുമായി അത് റിലേറ്റഡ് ആയിരുന്നില്ല. യെസ്. മൂന്നാമത്തേത്, അദ്ദേഹത്തിന് ഇപ്പോ ഇത് എടുക്കാനുള്ള സാഹചര്യം ഇല്ല, അല്ലെ അദ്ദേഹത്തിന് ഇപ്പം ഞാൻ ഈ എൻഗേജ്മെന്റ് ഒക്കെ പറഞ്ഞപ്പം ഇതിൽ ലൈവ് ആവാനുള്ള സമയമോ സാഹചര്യമോ സാമ്പത്തികമോ ഇല്ല. നാലാമത്തേത്, അദ്ദേഹം ഞാനുമായി അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല. അതും സംഭവിക്കുന്നു. നമ്മൾ പ്ലാൻ കൊടുക്കുന്ന ചില ആളുകൾ നമ്മളുമായി അസോസിയേറ്റ് ചെയ്യുന്നില്ല. 3 മാസം കഴിയുമ്പോൾ അവർ നമ്മുടെ കമ്പനിയിൽ വേറെ ടീമിൽ അസോസിയേറ്റ് ചെയ്യുന്നു. കാരണം എന്താ? അവർക്ക് ഈ പ്ലാൻ ഇഷ്ടപ്പെട്ടു, നമ്മളെ ഇഷ്ടപ്പെട്ടിട്ടില്ല. യെസ്. ഇതൊക്കെ ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നതാണ്. അഞ്ചാമത്തേത്, അവർക്ക് ഈ പ്രൊജക്റ്റോ ഈ കമ്പനിയോ ഇതിന്റെ പ്ലാനോ ഇഷ്ടപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? ഇതല്ലെങ്കിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അവർ ഞാനുമായി അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറായി. എവിടെയാണ് നമ്മുടെ മുമ്പിലുള്ള സാധ്യത?
5000 രൂപ ഇപ്പോൾ തരാൻ കഴിയാത്തവനാണ് എങ്കിൽ അതിനുകൂടി നമ്മുടെ നിയമം അനുവദിക്കുന്നു, പുതിയ സംവിധാനം അനുവദിക്കുന്നു. അവർ സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടതില്ല. അവരെന്ത് ചെയ്താൽ മതി? സൈൻ അപ്പ് ചെയ്ത് ബിസിനസ് പ്രൊമോട്ട് ചെയ്ത് കുറച്ചുപേരെ കൊണ്ടുവന്ന് അതിന്റെ ഇൻകം കൊണ്ട് അവർക്ക് ആക്ടിവേഷൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഈ അവസരത്തെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞോ? പലരും ഇപ്പോഴും പ്ലാനിൽ 4000 പ്ലസ് GST, 5000 പ്ലസ് GST. അപ്പൊ തന്നെ അയാളുടെ ഉള്ളിലൊക്കായി 500 രൂപ ഇല്ലായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഓക്കെ, വേണ്ട, അതുമില്ലാത്ത അവസരം ഇവിടെയുണ്ട്. നിങ്ങളുടെ കോണ്ടാക്റ്റിലുള്ളവർക്ക് ഈ ബിസിനസ് പ്രൊമോഷൻ ചെയ്തു കൊടുക്കാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് നടത്തുന്നത്? ആ റിവിഷൻ നടത്തുക എന്നുള്ളത് അതുകൂടിയാണ്. വീണ്ടും അതേ കാര്യങ്ങൾ ചെയ്യലല്ല, വീണ്ടും അതേ വെട്ടലല്ല, മറിച്ച് ഈ വെട്ടിയത് എന്താണ് സ്കിപ്പ് ആവാനുള്ള കാരണം, എന്തുകൊണ്ടാണ് ഇത് റിസൾട്ട് ആവാതിരിക്കുവാനുള്ള കാരണം, അതിനെ നമ്മൾ നോട്ട് ചെയ്യുമ്പോഴേ അടുത്ത വെട്ടിന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയൂ. അതാണ് റിവിഷൻ. ഒരിക്കലും ചെയ്തതിന് വീണ്ടും വീണ്ടും ചെയ്യലല്ല. ചെയ്തത് എന്തുകൊണ്ട് ഫലം കണ്ടു, എന്തുകൊണ്ട് ഫലം കണ്ടില്ല, എന്തു കാരണം കൊണ്ട് ഫലം കണ്ടില്ല, ഫലം കണ്ടതിന്റെ ഇമ്പാക്റ്റിന്റെ പെർസെന്റേജ് എന്താണ്, അടുത്ത തവണ, ഈ തവണ എന്റെ പ്രസന്റേഷൻ എന്റെ ഓഡിയൻസിനെ 30% ഇൻഫ്ലുവൻസ് ചെയ്തത് എങ്കിൽ നാളെ എന്റെ പ്രസന്റേഷൻ മിനിമം 35% ഇൻഫ്ലുവൻസ് ആവണം. എങ്കിലേ 10 പ്രസന്റേഷൻ കഴിയുമ്പോൾ 80% ഇൻഫ്ലുവൻസ് എന്റെ ഓഡിയൻസിൽ ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് കഴിയൂ. അതിന് ഞാൻ എന്തു ചെയ്യണം? ഇന്നലെ ഞാൻ പറഞ്ഞു, റോം വാസ് നോട്ട് ബിൽഡ് ഇൻ എ ഡേ. റോമ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. അത്ഭുതങ്ങൾ നമ്മൾ കാണുന്ന കുത്തുബ് മിനാറും ചാർമിനാറും താജ്മഹലും ഒന്നും ഒരു ദിവസത്തെ പരിശ്രമം കൊണ്ടുണ്ടായതല്ല. നിരന്തരമായ കൺസിസ്റ്റന്റ് ആയ പരിശ്രമം. അതിനുള്ള കഴിവുകളെ നമ്മൾ മൂർച്ച കൂട്ടുക, അതിനുള്ള പരിശ്രമങ്ങൾ നമ്മൾ നടത്തുക. എവിടെയാണോ പ്രശ്നമുള്ളത് അതിൽ നമ്മൾ റിവ്യൂ നടത്തി, റിവിഷൻ നടത്തി, വീണ്ടും വീണ്ടും മുന്നേറുക. ദെൻ റീവാലുവേഷൻ നടത്തുക. എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുള്ളത്, ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനുള്ള സൊല്യൂഷൻ എന്താണ്, അതിനു വേണ്ടിയുള്ളതാണ് ഈ പ്ലാറ്റ്ഫോം. എവിടെയാണോ നമ്മുടെ പ്രശ്നങ്ങൾ, ഓരോ ദിവസത്തെയും ഡിസ്കഷൻ കഴിയുമ്പോൾ നമ്മൾ അവസാനം ഒരു 5 മിനിറ്റ് വെക്കുന്നത് താങ്ക്സ് പറയാനല്ല, മറിച്ച് എന്റെ ഇന്നലത്തെ എക്സ്പീരിയൻസ് ഇതായിരുന്നു, അവിടെ എനിക്ക് ഇന്ന ഒരു ക്രൈസിസ് ആണ് വന്നത്, എന്താണ് അതിനുള്ള സൊല്യൂഷൻ, അതാണ് ബ്രെയിൻ സ്റ്റോമിങ്. ഈ പ്ലാറ്റ്ഫോമിലുള്ള 20 ആളുകളും അതിനെക്കുറിച്ച് അവർക്കറിയുന്ന ഐഡിയാസ് അവിടെ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അത് നമ്മളിൽ പുതിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കാരണമായി മാറുന്നു. അത് നമുക്ക് പുതിയ തോട്ട് പ്രോസസ് സമ്മാനിക്കുന്നു. അത് നമ്മൾ സ്വീകരിക്കുന്ന വഴിയെ ഡിഫറന്റ് ആയ മോഡിൽ സ്വീകരിക്കുവാൻ അത് കാരണമായി മാറുന്നു. എന്തൊക്കെ ഇന്നോവേഷൻസ് നമ്മൾ പല സാഹചര്യങ്ങളും കണ്ടു. ആ ഇന്നോവേഷൻസ് ഒക്കെ ഓരോ സമയത്ത് വന്ന ക്രൈസിസുകളെ മാനേജ് ചെയ്ത ഇന്നോവേഷൻസ് ആയിരുന്നു. ആ ഇന്നോവേഷൻസിനെ മാനേജ് ചെയ്യലാണ് അക്ഷരാർത്ഥത്തിൽ ബിസിനസ് എന്ന് പറയുന്നത്. അവിടെയാണ് നമുക്ക് പുതിയ സാധ്യതകൾ കടന്നു വരുന്നത്. ആ സാധ്യതകളിൽ നിന്നാണ് സ്വപ്നങ്ങൾ പൂവണിയുന്നത്. അതുകൊണ്ട് പിറകിലേക്ക് പോവേണ്ടവരല്ല ഒരു നിമിഷം ശാന്തമാവുന്നത്. സാധാരണ പറയാറുണ്ട്, ഒരു സ്റ്റെപ്പ് പിറകിലേക്ക് വെക്കുന്നത് പിറകോട്ട് പോവാനല്ല, ശക്തമായി മുന്നോട്ട് വരാനുള്ളതാണ്. മുന്നോട്ട് വരാനുള്ളതാവട്ടെ പിറകിലേക്ക് പോയ നാളുകൾ. താങ്ക് യു ഓൾ.